2 ദിവസം 4 സഫാരികളിലായിട്ട് ആകെ 7 ലെപ്പേഡ്സ്. ലെപ്പേഡുകളുടെ ഏറ്റവും നല്ല പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ അവരെ കാണണമെങ്കിൽ ഇന്ത്യയിൽ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതാണ് രാജസ്ഥാനിലെ ജവായ്. അപ്പോൾ നമുക്ക് ജവായിലെ പുള്ളിപ്പുലികളെയും ഇവിടുത്തെ വേനൽക്കാലത്തെ കാഴ്ചകളും ഒക്കെ കണ്ടാലോ. രണ്ടാമത്തെ തവണയാണ് നമ്മൾ ജവായിലേക്കുള്ള ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ടോട്ടൽ 8 പേരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് സഫാരി നടത്തുന്നത്. ക്യാമറയൊക്കെ റെഡിയാക്കി എല്ലാവരും ലെപ്പേഡുകളെ ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ദിനേശ് ഭായി ആരെയൊക്കെയോ കോൺടാക്റ്റ് ചെയ്ത് സൈറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ തിരക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വണ്ടിയിലെ ഡ്രൈവർ ബാബുഭായി ആണ്. ബാബുഭായി വണ്ടി എടുക്കുമ്പോൾ തന്നെ ഈ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയിൽ നിന്ന് തന്നെ കാണാവുന്ന രീതിയിൽ ഒരു ദിവസം മുന്നേ ഈ മലമുകളിൽ ലെപ്പേഡുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ജവായിൽ വന്നത് ഒക്ടോബർ മാസത്തിലായിരുന്നു. അന്ന് പല ഭാഗത്തും വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ജവായി ബന്ദ് റിസർവോയറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാറകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഏകദേശം ഒരു ലെവൽ വരെ വെള്ള പെയിൻ്റ് അടിച്ച പോലത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്. മൺസൂണിൽ വെള്ളം വന്നിട്ട് വാട്ടർ ലെവൽ വരുന്ന ഒരു മാർക്കിംഗ് ആണ് ആ കാണുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പോകുന്ന ഭാഗങ്ങളും ജിപ്സി മുങ്ങുന്ന രീതിയിലും ഇവിടെ വെള്ളം ഉണ്ടാകും. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കൃഷിയും ചെയ്യുന്നുണ്ട്. പുല്ലും ചോളവും ഒക്കെ ഇവിടുത്തെ പ്രധാന കൃഷികളാണ്. ജവായിക്ക് ഇങ്ങനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ സഫാരി റൂട്ട് നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജവായ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈമെന്ന് പറയുന്നത് വിൻ്ററും സമ്മറുമാണ്. മഴക്കാലത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിരിക്കുന്ന ഈ ഏരിയയിൽ ആ സമയത്ത് ലെപ്പേഡുകളും ഉണ്ടാവില്ല. അവർ ഈ ഭാഗത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഈ മാർബിൾ കുന്നുകളിലേക്കൊക്കെ അഭയം പ്രാപിക്കും. ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ കവർ ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ചതാ ഈ കുന്നും പ്രദേശത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് നീൽഗായികളെയാണ്. എന്തുകൊണ്ടാണ് നീൽഗായി എന്നൊരു പേര് വന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ബാബുഭായി പറഞ്ഞത് ഗായി എന്നൊരു പേരിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഇപ്പോൾ ആൾക്കാർ വേട്ടയാടുന്നില്ല എന്നുള്ളതാണ്. സംഭവം രസകരമായിട്ട് തോന്നിയെങ്കിലും ഒരുപക്ഷെ അതുതന്നെ ആവാം അതിനുള്ള കാരണവും. നമ്മൾ വണ്ടി ഓടിച്ച് ഒരു കുന്നിൻ്റെ മേളിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് താഴെ കുറച്ച് ജിപ്സികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് എവിടെയോ ഒരു ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ താഴെ ചെന്ന് വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞെങ്കിലും സൺസെറ്റ് ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയുടെ മേളിൽ ഒരു ലെപ്പേഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് F2 എന്ന് പറയുന്ന ഫീമെയിൽ ലെപ്പേഡിൻ്റെ സെമി അഡൽട്ടായിട്ടുള്ള ഒരു കബ്ബാണ്. കഴിഞ്ഞ തവണത്തെ യാത്രയിൽ F2നെയും 2 കപ്സിനെയും ചെറുതായിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവർ കുറച്ചുകൂടി വളർന്നു. ഇതൊരു മെയിൽ കബ്ബാണ്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഫീമെയിൽ കബ്ബ് ഈ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ വണ്ടി ആ ഫീമെയിൽ കബ്ബിനെ തപ്പി അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ സൈറ്റിങ് കിട്ടിയപ്പോഴത്തേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരും ഇങ്ങോട്ടേക്ക് എത്തി. പാറപ്പുറത്ത് നടന്നും ഇടയ്ക്ക് വിശ്രമിച്ചുമൊക്കെ കുറേ നേരം ഇവൻ ആ പാറയുടെ മേളിൽ സ്പെൻഡ് ചെയ്തു. മെയിൽ കബ്ബ് അത്ര ഷൈ ആയിട്ടുള്ളൊരു കബ്ബല്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഫീമെയിൽ കബ്ബ് വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി വരാൻ ഇത്തിരി മടിയാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ ഈ മെയിൽ കബ്ബിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. കഴിഞ്ഞ തവണ വന്നപ്പോൾ താമസിച്ച ബസ്വന്ത് വിലാസ് ഹോം സ്റ്റേയിൽ തന്നെയാണ് ഇത്തവണയും താമസിച്ചത്. രാവിലെ സഫാരി തുടങ്ങുന്നത് 5:30-ക്കാണ്. അപ്പോൾ 5 മണിയായിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബേഡ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസും സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹോം സ്റ്റേയുടെ മേളിൽ നിന്ന് രാത്രി ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള കുന്നിൻ്റെ മേളിൽ ലെപ്പേഡിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ആ ഏരിയ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 2 വണ്ടിയും പോകുന്നത്. ഈ കാണുന്ന കുന്നിൻ്റെ മേളിലാണ് ഇന്നലെ ലെപ്പേഡിനെ കണ്ടത്. രാത്രി ആയതുകൊണ്ട് തന്നെ വിഷ്വൽസ് എടുക്കാൻ മാത്രം ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സൺലൈറ്റ് വരുന്നതിന് മുന്നേ തന്നെ ലെപ്പേഡുകളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ വണ്ടികളെല്ലാം അവിടെ കാത്തു നിൽക്കത്തേ ഉള്ളൂ. കാര്യം ലൈറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നത്. ഓരോ ഭാഗവും സെർച്ച് ചെയ്ത് നമ്മളങ്ങനെ ലെപ്പേഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞൊരു ഏരിയയിലേക്ക് വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. F2 ഫീമെയിൽ തന്നെയാണ് ഇവിടെ ഉള്ളതെന്നാണ് മറ്റ് ജീപ്പുകാർ പറഞ്ഞത്. ഫസ്റ്റ് സഫാരിയിൽ നമ്മൾ ആ മെയിൽ കബ്ബിനെ കണ്ടതിൻ്റെ അടുത്ത് തന്നെയാണിത്. അപ്പോൾ ഫീമെയിൽ കബ്ബും അമ്മയും ഈ ഭാഗത്ത് തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്.
അങ്ങനെ കുറേ നേരം ഇതിലെയൊക്കെ സെർച്ച് ചെയ്ത് നടന്നിട്ട് ആ കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയത്. മേളിൽ കയറി കഴിയുമ്പം 360 ഡിഗ്രിയിൽ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു വണ്ടിക്ക് ഈ ഭാഗത്തുനിന്ന് ലെപ്പേർഡ് സൈറ്റിങ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഭാഗത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ലെപ്പേർഡിനെ കണ്ടു എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് നല്ല അലർട്ടായിട്ട് നോക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഇവിടെ തന്നെ ലെപ്പേർഡ് ഉണ്ടെന്നുള്ളത്. ഇവിടുത്തെ ലെപ്പേർഡുകളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലുള്ള പ്രധാനപ്പെട്ട ഇരകളെന്ന് പറയുന്നത് ഈ ഗ്രേ ലംഗൂറുകൾ തന്നെയാണ്. ഈ പാറമടക്കിൻ്റെ ഉള്ളിൽ F2 ഫീമെയിൽ ഉണ്ടെന്നറിഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. കുറേ അധികം സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്തെങ്കിലും ലെപ്പേർഡ് പുറത്തേക്കൊന്നും ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സൈഡിൽ കണ്ട കുറച്ച് ബേഡ്സിനെയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇന്ത്യൻ റോബിൻ്റെ ഫീമെയിലാണ്. മെയിലാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ വെള്ള പൊട്ടുകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയൊരു കിളിയാണ്. നമ്മുടെ 2 വണ്ടിയും അപ്പുറം ഇപ്പുറയായിട്ട് ലെപ്പേർഡിനെ കാത്തുള്ള ഇരിപ്പിലാണ്. ഇതാണ് ലാഫിംഗ് ഡോഗ്. ചിരിക്കുന്നത് പോലുള്ളൊരു സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് വന്നത്. മരംകൊത്തികളിൽ തന്നെ ഏറ്റവും ചെറിയ മരംകൊത്തികളിലൊന്നായ യെല്ലോ നേപ്ഡ് വുഡ്പെക്കറാണ് ദാ ഈ ഇരിക്കുന്നത്. മെയിലും ഫീമെയിലും ഉണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പട്ടി ഓടിപ്പോകുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് സാക്ഷാൽ ജാക്കലാണ്, കുറുനരി. ഈ തിത്തിരി പക്ഷികൾ ബഹളം വെച്ചിവൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. തിത്തിരി പക്ഷി സാധാരണ നിലത്ത് കൂടുകൂട്ടി മുട്ടയിടുന്നവരായതുകൊണ്ട് ഇവരുടെ മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ താഴെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവനാണെങ്കിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിടത്തുമില്ല. ഈ സമയത്ത്, അതായത് ജൂൺ മാസത്തിലൊക്കെയാണ് തിത്തിരി പക്ഷികളുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ബഹളം വെച്ചിട്ട് ഇവനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ കുറുനരി രാവിലെ തന്നെ ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നല്ല വീർത്തിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മൾ കാണുമ്പോൾ. കുറേ നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അവൻ നേരെ കാട്ടിനകത്തേക്ക് കയറി പോവുകയാണ്. തിത്തിരിയാണെങ്കിൽ എസ്കോട്ടായിട്ട് പറന്നും നിലത്തൂടെ നടന്നുമൊക്കെ അവൻ്റെ ഒപ്പം തന്നെ പിടിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഇവിടെ കാണുന്ന സ്ഥിരം കാഴ്ചകളാണ് റബ്ബറി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പശുവിനെ ആടിനെയൊക്കെ മേയ്ക്കാൻ ഇങ്ങനെ നടന്നു പോകുന്നത്. നമ്മുടെ ബാബുഭായിയുടെ റിലേറ്റീവ് കൂടിയായിട്ടുള്ള ഈ അപ്പൂപ്പനാണെങ്കിൽ ഒറ്റ കണ്ണിൻ്റെ കാഴ്ച വെച്ചിട്ടാണ് ഈ പുലികൾ നടക്കുന്ന ഭാഗത്ത് പോത്തിനെയും ആടിനെയും എരുമയൊക്കെ തീറ്റാനായിട്ട് ഇവർ നടക്കുന്നത്. അത്രത്തോളം വിശ്വാസം ഇവർക്ക് ഈ പുലികളുടെ മേളിലുണ്ടെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഫുൾ ടീം is ready for the safari. Hi. Veera sir. I'm Veera. Veera sir മോനുണ്ട്. Hello. Hi. Then Abhijit. Yeah. We were together in Sundarbans. Yeah. Manoj. Rafiq sir. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം ജവായിലെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ദിനേശ് ഭായ്, നമ്മുടെ സെക്കൻഡ് വണ്ടിയുടെ ഡ്രൈവർ ബാബു ഭായ്, പിന്നെ ഒരു സെലിബ്രിറ്റി ജീന ചേട്ടൻ, പിന്നെ ക്യാമറ ഫേസ് ചെയ്യാൻ തീരെ മടിയുള്ള ആനന്ദ് സാർ. ഈ സഫാരിക്ക് നമ്മൾ നേരെ പോകുന്നത് റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ്. രാവിലെ മേയാൻ പോയ പശുക്കളൊക്കെ വന്ന് നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. വെള്ളമില്ലാത്ത സമയങ്ങളിൽ പശുക്കളെ ആടുകളെയൊക്കെ മേയാൻ വേണ്ടി കൂടുതൽ ആൾക്കാരും ഈ ഭാഗത്താണ് കൊണ്ടുവരുന്നത്. കൃഷിയും കാലി വളർത്തലും തന്നെയാണ് ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗം. പിന്നെ ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് തന്നെയാണ്. സഫാരി ജീപ്പിൻ്റെ ഡ്രൈവർമാരായിട്ടും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലുമൊക്കെ ജോലിക്കാരായിട്ടും ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാസ് ലാൻഡ് ഏരിയ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇത്തിരി കുഞ്ഞ പക്ഷികൾ ഇതിലെ നടക്കുന്നുണ്ട്. ആഷി ക്രൗണ്ട് സ്പാരോലാർക്ക് എന്നാണ് ഇവൻ്റെ പേര്. മലയാളത്തിലുള്ള പേര് കുറച്ച് രസകരമാണ്. കരിവയറൻ വാനമ്പാടി. വാനമ്പാടി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവർ പാട്ട് പാടാത്ത കിളികളാണ്. ഏഷ്യൻ ഗ്രീൻ ബീറ്ററാണ്. നോർത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബീറ്ററാണ് ഈ ഗ്രീൻ ബീറ്ററുകൾ. ഇത് പവിഴക്കാലിയാണ്, ബ്ലാക്ക് വിങ്ഡ് സ്റ്റിറ്റ്. അങ്ങനെ ഈ ഒരു ഏരിയ കവർ ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് റിസർവോയറിൻ്റെ വെള്ളം കിടക്കുന്ന ഭാഗത്തേക്കാണ്. അവിടെ മിക്കവാറും മുതലകളുടെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കിട്ടുന്ന ഈ ബേഡ്സൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോണസാണ്. പാണ്ടൻ മീൻകൊത്തി, പൈഡ് കിങ്ഫിഷർ. ഇത് ഫീമെയിൽ ബേഡാണ്. കഴുത്തിലുള്ള വളയം തമ്മിൽ ജോയിൻ്റ് ആയിട്ടില്ലാത്തതാണ് ഫീമെയിൽ ബേഡ്. മെയിൽ ബേഡ് പടർന്നു വന്ന് ഫീമെയിലിനെ അവിടെ നിന്ന് കൊത്തി ഓടിച്ചിട്ട് ആ കമ്പ് സ്വന്തമാക്കി അവിടെ ഇരിപ്പുറപ്പിച്ചു.
ഒരു മുതലയുടെ തലഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുങ്ങിപ്പോകുമ്പോഴാണ് അത് പാറയല്ല മുതലയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമുക്ക് ലെപ്പേർഡ് സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നത്. പിന്നെ ബാബുബായ് പിന്നെ ഒന്നും നോക്കിയില്ല, പറത്തിയൊരു വിടലായിരുന്നു. ശരിക്കൊരു ഗെയിം ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയത് ഈ യാത്രയിലാണ്. നമ്മളങ്ങനെ ആ പറഞ്ഞ ലൊക്കേഷനിലെത്തിയപ്പോൾ പാറയുടെ മേളിൽ ഒരുപാട് വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ പാറപ്പുറത്ത് ദാ നല്ല അടിപൊളിയായിട്ട് F2 ഫീമെയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്നലത്തെ സഫാരിയിൽ മെയിൽ കബിനെ കണ്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ F2 ഫീമെയിലിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മെയിൽ കബും ഫീമെയിൽ കബും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഒരു മയിൽ ആകാംക്ഷയോടെ വന്നിട്ട് ലെപ്പേർഡ് കിടക്കുന്നതിൻ്റെ അടുത്തൊക്കെ വന്ന് പരിശോധന നടത്തുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ലെപ്പേർഡൊന്ന് അനങ്ങിയപ്പോഴത്തേക്ക് അവൻ സ്ഥലം വിട്ടു. F2 ആണെങ്കിൽ വലിയ അനക്കമൊന്നുമില്ലാതെ ഒരൊറ്റ പൊസിഷനിൽ കിടപ്പാണ്. ലൈറ്റ് കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഏകദേശം സൺസെറ്റിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വണ്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ 2 വണ്ടിയിൽ മാത്രമാണ് ക്യാമറയായിട്ട് ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടിക്കാരൊക്കെ നല്ല സഹകരണത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി തരികയും ചെയ്തു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ F2 ഒന്ന് മെല്ലെ എഴുന്നേറ്റ് നടുവൊക്കെ ഒന്ന് നിവർത്തിയിട്ട് ഒരു നിപ്പാണ്. അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയപ്പം സൈറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അധികം ദൂരം പോകാതെ വീണ്ടും അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. മോശമല്ലാത്ത ലൈറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആ പൊസിഷനിൽ നിന്ന് മാറിക്കിടന്നുകൊണ്ട് കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റി. ലൈറ്റ് നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലെപ്പേർഡ് അവിടെ നിന്ന് പോകാത്തതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പോകാനും മനസ്സ് വരുന്നില്ല. കിടക്കുന്ന പൊസിഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതല്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിടാതെ നിൽക്കുകയാണ്. ലൈറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞു എങ്കിലും നമ്മൾ ലെപ്പേർഡിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പാറയിൽ നിന്ന് എഴുന്നേറ്റ് F2 മെല്ലെ താഴേക്ക് ഇറങ്ങിപ്പോയി. നമ്മൾ തിരിച്ച് നേരെ റൂമിലേക്കും. റൂമിൽ വന്നപ്പോൾ ഡിന്നറൊക്കെ റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ശിവയാണ് ഇന്നത്തെ കുക്ക്. ഇവിടുത്തെ ആൻറ്റിജി ഇന്നിവിടെ ഇല്ല, അതുകൊണ്ട് ശിവയാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളി കുക്കാണ് കേട്ടോ. രാത്രി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് രാവിലെ വീണ്ടും നമ്മൾ സഫാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഡ്രൈ സീസൺ ആയതുകൊണ്ട് നമുക്ക് സഫാരി റൂട്ട് കൂടുതൽ ഏരിയ കവർ ചെയ്തിട്ടാണുള്ളത്. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റുള്ള ആ മലയുടെ മുകളിലേക്കാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് മോർണിംഗ് ലൈറ്റിൽ ഇവിടുത്തെ ഈ 360 ഡിഗ്രി വിഷ്വലൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് താഴെ കുറച്ച് വണ്ടികൾ കാത്തു നിൽക്കുന്നത് കാണുന്നത്. താഴെ ചെന്നപ്പോഴാണെങ്കിൽ പതിവ് പോലെ കുരങ്ങന്മാരെല്ലാം അലർട്ടായിട്ട് ഒരു ഡയറക്ഷനിലേക്ക് നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ലെപ്പേർഡ് അവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെ നിന്നപ്പോഴാണ് വേറൊരു ഭാഗത്തു നിന്ന് അവിടെ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊരു വിവരം ലഭിച്ചത്. അങ്ങനെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ആ ഭാഗത്തേക്ക് പോയി. നമ്മുടെ മറ്റേ വണ്ടി അവിടെ പോയിട്ട് അവർക്ക് നല്ല രീതിയിൽ ലെപ്പേർഡിൻ്റെ ക്ലോസ് വിഷ്വൽസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയമായപ്പോഴത്തേക്ക് ഇവിടെ കണ്ട ലെപ്പേർഡ് പത്മ എന്ന് പറയുന്ന ഫീമെയിൽ ലെപ്പേർഡായിരുന്നു. അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തേ മാർഗമുള്ളൂ. സൈഡിൽ നിന്നിട്ട് ഒരു മയിൽ അലാം കോൾ തരുന്നതുകൊണ്ട് ലെപ്പേർഡ് അവിടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ അവരെ അവിടെ വെയിറ്റ് ചെയ്യാൻ നിർത്തിയിട്ട് നമ്മൾ വേറെ ലെപ്പേർഡുകൾ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് റൗണ്ട്സ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ദൂരെ ഒരു പാറയുടെ മുകളിൽ 2 ലെപ്പേർഡിനെ ഒന്നിച്ച് കിട്ടിയത്. പത്മയുടെ കബ്ബാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ പത്മയ്ക്ക് 3 കബ്സ് ഉണ്ട്. ഇവരും സെമി അഡൽട്ട് തന്നെയാണ്. ഇതിൽ ഒരു കബ്ബ് ആ കുറ്റിക്കാടിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ്. ഇവർ 2 പേരും ഈ പാറപ്പുറത്ത് നിന്നിട്ട് മെല്ലെ മറ്റേ കബ്ബിൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയെങ്കിലും പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അവിടെ നിന്നത് വെറുതെ ആയില്ല. 3 ലെപ്പേർഡുകളും വാലെ ആ കുന്നിൻ്റെ മുകളിലേക്ക് പാറപ്പുറത്ത് കയറി വരികയാണ്. നമുക്ക് നല്ല രീതിയിൽ ഡിസ്റ്റൻസിലാണെങ്കിൽ കൂടി കാണാനും നല്ല വിഷ്വൽസ് എടുക്കാനും അവിടെ നിന്ന് സാധിച്ചു. ഇതുപോലുള്ളൊരു ഹാബിറ്റാറ്റിൽ ലെപ്പേർഡുകളെ കാണാൻ ഇന്ത്യയിൽ നമുക്ക് ഏക ഓപ്ഷനുള്ളൊരു സ്ഥലം ജവായ് മാത്രമാണ്. വൈൽഡ് ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാനിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ജവായ്. ഉദയ്പൂരാണ് നിയർ ബൈ എയർപോർട്ട് വരുന്നത്.
പക്ഷേ ഫൽനയിലേക്കും ജവായ് ബന്ദിലേക്കും നമുക്ക് ഡയറക്റ്റ് ട്രെയിൻസ് അവൈലബിൾ ആണ്. 3 കപ്സിൻ്റെയും ഒന്നിച്ചുള്ളൊരു വിഷ്വലിന് വേണ്ടിയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തത്. ഒരു കപ്പ് കുറ്റിക്കാട്ടിൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു വിഷ്വൽ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ഈ പാറപ്പുറത്തൂടെ നടക്കുന്ന വിഷ്വലൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പാറയിടുക്കിലേക്ക് അവരിറങ്ങിപ്പോയ സമയമായപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ മുമ്പേ കാണാൻ പോയ പത്മ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ശരിക്കും ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. പക്ഷെ നമ്മൾ കുറച്ച് ചുറ്റിക്കറങ്ങി വേണം അവിടെ എത്താൻ. പോകുന്ന വഴിക്കാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഈ ഒരു ലെപ്പേഡിൻ്റെ സൈറ്റിങ് കിട്ടിയത്. ഇത് F2-ൻ്റെ ഫീമെയിൽ കബ്ബാണ്. മെയിൽ കബ്ബിനേക്കാൾ ഷൈ ആയിട്ടുള്ള ഈ കബ്ബ് വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഒളിച്ചിരിക്കാനാണ് പതിവ്. പക്ഷേ കുറച്ച് നേരം നമ്മൾ 2 വണ്ടിയും സൈലൻ്റായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഈ കബ്ബ് കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എങ്കിലും അധികം ധൈര്യത്തോടെയല്ല ഈ നിപ്പും ഇരിപ്പും ഒക്കെ. അധികം വണ്ടികളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കുറച്ച് സമയം അവിടെ പതുങ്ങിയിരുന്നിട്ട് പിന്നെ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. അങ്ങനെ ഫീമെയിൽ കബ്ബ് നമ്മുടെ കാഴ്ചയിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പത്മയെ കണ്ട ആ സ്ഥലത്തേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അതേ പാറയുടെ മേളിൽ പത്മ വന്ന് കിടന്ന് നല്ല സുഖമായിട്ട് ഉറക്കമാണ്. ജീവിത എന്നുള്ളൊരു പേരും ഇതേ ലെപ്പേഡിന് തന്നെ ഉണ്ട്. ഇതിൻ്റെ 3 കപ്സിനെയാണ് നമ്മൾ തൊട്ട് മുന്നേ ആ പാറയുടെ മേളിൽ കണ്ടത്. ജവായിൽ വന്നിട്ട് ഏറ്റവും അടുത്ത് ഇത്രയും നല്ല വിഷ്വൽസ് കിട്ടുന്ന ഒരു സൈറ്റിങ് ആദ്യമായിട്ടാണ്. പാറപ്പുറത്ത് ഈ കിടപ്പ് കിടക്കാൻ നല്ല സുഖമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അനങ്ങാതെ മാറാതെ ഒരേ പൊസിഷനിൽ തന്നെ നമ്മളെയൊക്കെ നോക്കി ഈ കിടപ്പ് കിടക്കുന്നത്. അങ്ങനെ സഫാരിയുടെ സമയം കഴിയാനായപ്പോഴത്തേക്ക് അവിടെ നിന്ന് നേരെ തിരിച്ച് റൂമിലേക്ക് തിരിച്ചു വരികയാണ്. How is Jawai? Absolutely fantastic. In Jawai, we got to see 7 leopards total. Thrilling experience, and with you with my second trip, absolutely fantastic. So yeah, thank you. എങ്ങനെയുണ്ട് ജവായ്? ഓ ഇറ്റ്സ് വെരി നൈസ്. കുറെ താമസിച്ചു പോയെന്നാണ് തോന്നുന്നു. ആനന്ദ് സാറേ? ഞാൻ പറയില്ല. മലയാട്ടാ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള എന്നാലും ഒന്നുകൂടെ ഒരു തൊപ്പി കൊടുക്കണം. ചേട്ടാ അടിപൊളി. ആ ശരിക്കും നമ്മളൊന്ന് വന്ന് കാണേണ്ട ഒരു ടെറൈനാണ്, കാടുകൾ പോലെയല്ല. ശരിക്കും നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു വില്ലേജാണ്. വില്ലേജിൽ മനുഷ്യനും പുലികളും ഒരുമിച്ച് വസിക്കുന്ന ഒരു വില്ലേജ്. ജസ്റ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ശരിക്കും. തീർച്ചയായും അടിപൊളി. Beautiful, awesome. It's an amazing thing. We have got 6 leopards spotted, and first attempt of him got everything very nice. We have got 7 leopards. 7 leopards together. 3 of them are younger ones, and 2 male Padma, 2 female. It's an awesome experience. Wonderful place to see and experience with. താങ്ക് യു. ജവായിലേക്ക് വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മുടെ കൂടെ കൂടാവുന്നതാണ്. ഇത്തവണത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.